അതിർത്തികളില്ലല്ലോ. അവിടെ നിന്ന് എന്ത് പറ്റി? പിൽക്കാലത്ത് മനുഷ്യർ എന്ത് ചെയ്തു? അതിർത്തികൾ സൃഷ്ടിച്ചു. അതിർത്തികൾ സൃഷ്ടിക്കുകയും അവരവരുടേതായ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടി, അതായത് നമ്മളൊരു പണം വന്നു കൂടുന്ന സ്ഥലമല്ലേ ബാങ്ക് എന്ന് പറഞ്ഞാൽ. പണം മാത്രമല്ല, എന്ത് ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്തിനെ എന്തിനേയും നമുക്ക് ബാങ്ക് എന്ന് വിളിക്കാം. അപ്പൊ അതുപോലൊരു രീതിയിൽ നമ്മൾ എത്തപ്പെട്ടതിന് ശേഷം അതായത് എല്ലാ വിഭാഗത്തിലും ഓരോരുത്തരും അവരവരുടേതായ വിഭാഗത്തിൽ എത്തപ്പെട്ടതിന് ശേഷം അവരവരുടേതായ പ്രൗഡ് ഓഫ് ലൈഫ് എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ മറ്റേയാള് മോശം, മറ്റേയാള് ജാതിപരമായിട്ട് തിരിക്കുന്നു, മതപരമായിട്ട് തിരിക്കുന്നു, പിന്നെ അതിർത്തികൾ സൃഷ്ടിച്ചു. ഇത് ആധുനിക മനുഷ്യന്റെ ഇത്രയും കാലത്തിനുള്ളിൽ രൂപാന്തരം പ്രാപിച്ച് നമ്മൾ വരികയും വന്നതിന് ശേഷം ഈ അതിർത്തികൾ സൃഷ്ടിക്കപ്പെടുകയും ആ അതിർത്തിക്കുള്ളിൽ പോലും പല വിഭാഗങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ, കാരണം ഞാൻ പറഞ്ഞ പലയിടത്തുനിന്ന് ഒന്നൊന്ന് കൂടിയിട്ട് പിന്നീട് അതൊരു പല വിഭാഗങ്ങൾ ഒരിടത്ത് താമസിക്കുകയും ആ താമസിച്ചിടത്ത് നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആധുനിക മനുഷ്യന്റെ സൃഷ്ടി വ്യത്യസ്ത ജാതികൾ സൃഷ്ടിക്കുകയും വ്യത്യസ്ത മതങ്ങൾ സൃഷ്ടിക്കുകയും അവരവരുടേതായ നിലയിൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പരസ്പരം കീഴടക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. ആ കീഴടക്കൽ എന്തായിരുന്നു? അധികാരമായിരുന്നു. അധികാരത്തിന് വേണ്ടി കീഴടക്കൽ തുടങ്ങി. ആ കീഴടക്കലാണ് യുദ്ധങ്ങൾക്ക് വളരെയേറെ രീതിയിൽ ലോകത്തെ നയിച്ചത്. ഇതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഇതൊക്കെ ഈ 5000 വർഷങ്ങൾക്കും 7000 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്, അല്ലെങ്കിൽ ഒരു 10,000 വർഷങ്ങളിൽ. പിന്നെ ഈ മതഗ്രന്ഥങ്ങളുടെ ചരിത്രം നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു 10-15,000 വർഷത്തിന് താഴെയാണ്. പരമാവധി നമ്മൾ ചെകഞ്ഞെടുത്താൽ പോലും ഇതുവരെ ഉള്ള ട്രൂലി 25,000 വർഷത്തിന് താഴെയാണ്. ഇതിൽ തന്നെ ഫൈറ്റിംഗ് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത് പിൽക്കാലത്താണ്. ഇങ്ങനെ വന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് യുദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ നമ്മൾ ആധുനിക യുഗത്തിലെ യുദ്ധങ്ങളും, അടുത്ത സുഹൃത്തുക്കൾ, താങ്കളുടെ വിശ്വാസമില്ലല്ലോ, അത് മതവും ഇതുമായിട്ട് ക്രോഡീകരിച്ചിട്ട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. യുദ്ധവും ഇന്നത്തെ മതവും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇപ്പൊ യുദ്ധം നടക്കുന്നു, ഒരു സൈഡിൽ മതമുണ്ട്, വേർതിരിവുണ്ട്, പിന്നെ ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് പ്രതീക്ഷിച്ചത്. ഞാനത് ആ യുദ്ധങ്ങൾ ഇങ്ങനെ തുടർന്നു വരികയും പിന്നീട് മനുഷ്യൻ വലിയ വലിയ അതിർത്തികൾ സ്ഥാപിക്കുകയും അതിനകത്തിൽ നിന്നുണ്ടായി. മീൻസ് ഇന്ത്യ ഒരു എന്ന് പറയുന്നത് വലിയൊരു രാജ്യമായിരുന്നു. അതിനു മുമ്പ് ഇന്ത്യ ഒരു രാജ്യമല്ല, 800-ലധികം രാജ്യങ്ങളായിരുന്നു. 800-ലധികം രാജ്യങ്ങളായിരുന്നു. അതായത് എൻ്റെ വീട്ടിൽ നിന്ന്, ഞാനിരിക്കുന്ന ഈ കേരളത്തിന്റെ ഇങ്ങറ്റം ട്രിവാൻഡ്രത്ത് നിന്ന് ജമ്മു കാശ്മീരിലോട്ട് യാത്ര ചെയ്ത് എത്ര കിലോമീറ്റർ? പരമാവധി